ബാലു, ആളുകളൊക്കെ എങ്ങനെയാണ് അവർ ഇതിനോട് പ്രതികരിക്കുന്നത്? കാരണം ആളുകളൊന്നും പുറത്തിറങ്ങാൻ സാധ്യതയില്ല, അവർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? ജയലക്ഷ്മി, ആളുകൾ ആരും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. നിരത്തുകൾ വിജനമാണ്. വീടുകളുടെ നിന്ന് ഒരാൾ പോലും പുറത്ത് ഇതുവരെയും ഇറങ്ങുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടില്ല. കാരണം എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ധാരണ ആർക്കും തന്നെ ഇല്ല. അല്പസമയം മുമ്പ് ഞാൻ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുണ്ട് എത്തിയിരുന്ന ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരോടും മറ്റും ചോദിച്ചിരുന്നപ്പോൾ അവരൊരു ആർട്ടിലറി ഫയറിംഗ് ആണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന സംശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഈ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സുരക്ഷാ കാരണങ്ങളാൽ ആ ടാർഗറ്റ് ഏതാണ് എന്ന് നമുക്ക് അല്ലെങ്കിൽ എവിടെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഈ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്ന കാര്യത്തിൽ എന്നതാണ് യാഥാർത്ഥ്യം. അതിർത്തിക്ക് അപ്പുറത്ത്, നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് ആർട്ടിലറി ഫയറിങ്ങിലൂടെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ ഒരു 6:15 മണിയോടുകൂടിയായിരുന്നു ഇത് നടക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ, അതായത് ഒരു 12 മണി മുതൽ തന്നെ ഈ ഭീകരമായ തോതിലുള്ള ഷെല്ലിംഗ് ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അപ്പോൾ ഈ ഓരോ ഷെല്ലിങ്ങിൻ്റെ തമ്മിലുള്ള സമയം, അതായത് ഒരു ഇടവേളകളിലായിരുന്നു ഈ ഷെല്ലിംഗ് നടന്നിരുന്നത്. പക്ഷേ 5 മണിക്ക് ശേഷം നിർത്താതെ നിരന്തരം ഷെല്ലിംഗ് ആയിരുന്നു. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ 5:30 ലൈവൊക്കെ ഞാൻ നൽകുമ്പോൾ തന്നെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. 6 മണിക്ക് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒന്ന് ഫ്രഷ് ചെയ്യാൻ വേണ്ടി പോയ സമയത്തായിരുന്നു ഈ അതിഭീകരമായ ശബ്ദം. അതിഭീകരം എന്ന് ഞാൻ പറയുമ്പോൾ ഈ സാധാരണ ഒരു മലയാളിക്കൊന്നും അത് എത്രത്തോളം ഭീകരമായ ശബ്ദമെന്ന് കേൾക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത് ഞങ്ങളുടെ ഹോട്ടലിൽ, ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് എന്തൊക്കെയോ സംഭവിച്ചിരുന്നു എന്നാണ് കരുതിയിരുന്നത്. കാരണം ഒരു ചെറിയൊരു ഷിവറിങ് പോലെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ ഞാനും ജഗദീഷും ഞങ്ങൾ ഇതുണ്ടായിരുന്ന, അതായത് ഞങ്ങളുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു റൂമിലുണ്ടായിരുന്ന കട്ടിലിൻ്റെ ഈ സൈഡിലേക്ക് ഞങ്ങൾ കുനിഞ്ഞിരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇത് കാണുന്നത്. കാരണം ഞങ്ങളുടെ തൊട്ടടുത്ത് മുറിയിൽ ഒരു രാജ്യാന്തര മാധ്യമമായ ഒരു ജർമ്മനിയിലെ ഒരു ദേശീയ ടെലിവിഷനിലെ ക്രൂ ആയിരുന്നു ഞങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നത്. അവരും ഇത് കേട്ട് വളരെ പെട്ടെന്ന് പേടിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഏതായാലും നിലവിൽ നമുക്ക് ആ പ്രദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ കാര്യമായ തോതിലുള്ള ഇതൊന്നും കാണാനില്ല. ഈ പുകപടലങ്ങൾ ആ പ്രദേശത്ത് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ആഘാതം എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ മറ്റ് 2 സ്ഫോടന ശബ്ദങ്ങൾ കൂടി ഈ പ്രദേശത്ത് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അത് കുറച്ച് ദൂരെയാണ്, അതായത് ഒരുപക്ഷെ 1 കിലോമീറ്ററൊക്കെ അകലെ ആയിരിക്കാം അത് നടന്നിരുന്നത്. പക്ഷെ അവിടുത്തെ കാഴ്ച നമുക്ക് നമ്മുടെ ഹോട്ടൽ മുറിക്ക് ഹോട്ടലിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ വീണ്ടും ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയാണ്. വീണ്ടും ഈ ഈ ഫയറിങ്, ഈ ഷെല്ലിങ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതേണ്ടത്. ഇതിൻ്റെ ശബ്ദം നമ്മൾക്ക് വീണ്ടും കേൾക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഇടക്കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയത്ത് ആ ഷെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഷെല്ലിങ്ങിൻ്റെ ശബ്ദമൊന്നും നമുക്ക്, അല്ലെങ്കിൽ വെടിവെപ്പിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് തുടങ്ങുകയാണ് എന്ന് വേണം തോന്നേണ്ടത്. ഏതായാലും തികച്ചും അശാന്തിയിലേക്ക് അതിർത്തി ഗ്രാമങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അതിർത്തി സ്ഥലങ്ങൾ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാതൃഭൂമി ന്യൂസിന് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ബാലഗോപാലും അതോടൊപ്പം തന്നെ ജഗദീഷ് ബിഷ്ടും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.